മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 7ാം മാസത്തെ ചടങ്ങിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ദുർഗയ്ക്കാണെങ്കിൽ മനസ്സിൽ 100 കൂട്ടം കലിയാണുള്ളത്. മഹാലക്ഷ്മി വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് തന്നെ കരുണമോളുടെ ദാസിയായിട്ട് അവിടെ സേവ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതിനെല്ലാം വിപരീതമായിട്ട് കണ്ണനെ സ്വന്തമാക്കി, മാത്രമല്ല സ്വത്തുക്കളെല്ലാം സ്വന്തം പേരിലേക്ക് മാറ്റിയതും കൂടാഞ്ഞിട്ട് ഇപ്പം സ്വത്തിനെല്ലാം ഒരു അനന്തരാവകാശിയും കൂടി ജനിക്കാൻ പോകുന്നുണ്ട്. അതായത് പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് എല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയോട് തീർത്താ തീരാത്ത പകയാണ്. ദുർമന്ത്രവാദവും ക്ഷേത്രമായിട്ട് നടക്കുന്നതിൻ്റെ പേരിനാണ് ഇവളെ ആരൊക്കെ കൊല്ലാൻ ശ്രമിച്ചിട്ടും അതുപോലെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയാൻ നോക്കിയിട്ടും നടക്കാത്തതെന്ന് എന്ന ദേഷ്യം മറ്റൊരു സ്ഥാനത്ത്. അതേസമയം പ്രതാപനാണെങ്കിൽ എത്രയും പെട്ടെന്ന് സത്യങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയണം. മഹാലക്ഷ്മി മോളിപ്പം സത്യങ്ങളെല്ലാം കണ്ണേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നേരിട്ട് കണ്ട് തൻ്റെ വായാലും കൂടി പറയണം. കണ്ണൻ തൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ ലോറി ഇടിപ്പിച്ചോ അല്ലെങ്കിൽ കടാര വഴിയോ എങ്ങനെയാണ് കൊന്നതിന് ശേഷം വിശ്വനാഥനോടൊപ്പം പോയി ലയിക്കുക എന്നൊരു സ്വപ്നം മാത്രമാണ് പ്രതാപൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം. പ്രതാപൻ ഏത് നിമിഷവും സത്യങ്ങൾ വിളിച്ചു പറയാൻ നടക്കുവാണെന്ന് മനസ്സിലാക്കി വാമദേവനും ഒരു സമാധാനവും ഇല്ല. കമലേശ്വരത്തേക്ക് വരുന്ന മഹാലക്ഷ്മിയെ സന്തോഷത്തോടെയല്ല ദുർഗയും ഉണ്ണിയും കരുണയും എല്ലാവരും കൂടി ചേർന്ന് സ്വീകരിക്കുന്നത്. കരുണയ്ക്കാണെങ്കിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ മഹിയെ വഴക്ക് പറയാനോ കുറ്റപ്പെടുത്താനോ പറ്റാത്ത സാഹചര്യമാണ്. തൻ്റെ അച്ഛൻ മാനസികമായി തകർന്നു നിൽക്കുന്ന സമയത്ത് ഏത് സമയം വേണമെങ്കിലും ഉണ്ണിയേട്ടനും ദുർഗയൊക്കെ അറിയാൻ പോകും ഇവരുടെ ഭർത്താവിനെ കൊന്നതും അതുപോലെ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നതും തൻ്റെ അച്ഛനാണെന്ന്. അപ്പോൾ തനിക്കും ഇവിടെ ഒരു സ്ഥാനമില്ല. മഹി എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് തൻ്റെ അവസ്ഥയെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന കാരണം ഒന്ന് താഴ്ന്നു കൊടുക്കുന്നുണ്ട്. എന്നാൽ ദുർഗയാണെങ്കിൽ ഒരു പൊടിക്ക് പോലും താഴ്ന്നു കൊടുക്കുന്നില്ല. നിന്നെപ്പോലെ ദുർമന്ത്രവാദമായിട്ട് നടക്കുന്ന ഒരുത്തിക്ക് വേണ്ടി ഈ വീടിൻ്റെ പടി ഇറങ്ങാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നിനക്കൊരു ധാരണയുണ്ടായിരിക്കും, കുഞ്ഞൊക്കെ ജനിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരെയും ഇവിടെ നിറക്കി ഈ സ്വത്തെല്ലാം ഒറ്റയ്ക്ക് സൂഹിക്കാമെന്ന്. ഒരിക്കലും നടക്കില്ല. അത് കേട്ടുകൊണ്ട് വരുന്ന കണ്ണനാണെങ്കിൽ പറയുന്നു, ഈ വീട്ടിൽ നിന്ന് നിങ്ങളൊക്കെ ഇറങ്ങണമെന്ന് ഒരു വാക്ക് അയാൾ പറയാത്ത പാടേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് പിന്നാലെ നിങ്ങളെ ഇറക്കാൻ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാ കുറേ നാൾ അമ്മയെന്ന് വിളിച്ചില്ലേ. നീ അങ്ങനെ പറയുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാടാ. പക്ഷെ നീ ഒരു കാര്യം മറക്കരുതടി, കരുണമോളുടെ അച്ഛൻ കാരണം നിനക്ക് ഈ സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടായത്. അവളെ നോക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അത് പറഞ്ഞപ്പോഴാ അയാൾ പലതവണയായിട്ട് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ട് പോലും. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അധികം താമസിക്കാതെ എനിക്ക് അയാളെ ഒന്ന് കാണണം എന്ന് പറയുന്നത് കേട്ട് മഹാലക്ഷ്മിയും അതുപോലെ കരുണയും ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. തങ്ങളുടെ പ്ലാനെല്ലാം പൊളിയും. കാരണം പ്രതാപനെ കണ്ടു കഴിഞ്ഞാൽ പ്രതാപൻ പറയാൻ പോകുന്നത് വിശ്വനാഥൻ്റെ മരണത്തെക്കുറിച്ചാണ്. താനാണ് അയാളെ കൊന്നത്, അതിൻ്റെ ഏക സാക്ഷി മഹാലക്ഷ്മിയാണെന്നും കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതോടെ തീരും എല്ലാ കാര്യങ്ങളും. എന്നാൽ അത് കേട്ടിട്ട് മഹാലക്ഷ്മി അല്ല കരുണയാണ് പറയുന്നത്, വേണ്ട കണ്ണേട്ട, എൻ്റെ അച്ഛനിപ്പോൾ തീരെ വയ്യാതിരിക്കുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഓക്കെ അല്ല. ഓക്കെ ആയതിനു ശേഷം കണ്ടാൽ മതി. അതെന്താ നീ ഭയക്കുന്നത്? സാധാരണ നിൻ്റെ അച്ഛനെ കാണാൻ ചെല്ലുന്നില്ല എന്ന പരാതിയല്ലേ പറയാറ്. എൻ്റെ കൊച്ചിൻ്റെ അച്ഛന് വയ്യാതെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി പോയി അത് കണ്ട് സന്തോഷിക്കാനല്ലേ എന്ന് ദുർഗയും ചോദിക്കുന്നു. അതേസമയം പ്രതാപനെ കാണണമെന്നുള്ളൊരാഗ്രഹം കണ്ണൻ പറഞ്ഞു എന്നുള്ള കാര്യം ഉണ്ണിയാണെങ്കിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ വാമദേവനെ അറിയിക്കുന്നുണ്ട്. അപ്പം വാമദേവനാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തി വരുന്നില്ല. സീമന്തിനിയോട് പറയുന്നുണ്ട് ഏത് നിമിഷവും കണ്ണൻ പ്രതാപനെ കാണണമെന്നാണ് പറയുന്നത്. ഇനി ചടങ്ങിൻ്റെ പേര് മഹിയെ ഇനി കരുണാലയത്തിലേക്കാണോ കൂട്ടിക്കൊണ്ടു പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ഗേറ്റ് കടക്കേണ്ട താമസമേ ഉള്ളൂ. പ്രതാപൻ നേരിട്ട് ചെന്ന് നിൻ്റെ അച്ഛനെ കൊന്നത് ഞാനാ, അതിന് കൊട്ടേഷൻ തന്നത് വാമദേവനാണെന്ന് കാണാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തീരുമല്ലോ എൻ്റെ സീമന്തിരി കാര്യങ്ങളെല്ലാം. എൻ്റെ സഹോദരി പോലും അതറിഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊപ്പം നിൽക്കില്ല. ഇനി ഒരു മാർഗം? ആരെയും കൊണ്ടൊന്ന് കൊട്ടേഷൻ കൊടുപ്പിക്കുക. ആ പ്രതാപൻ തീരാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകില്ല. എത്രയും പെട്ടെന്ന് ആ പ്രതാപനെ ഇല്ലാണ്ടാക്കണം. ഇനി അതിൻ്റെ പിന്നാലെ പോയി അടുത്ത നൂലാമാലയൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത് തന്നെ ധാരാളം. ഇനി നിങ്ങൾ അയാളെ കൊല്ലാൻ പോയിട്ട് ഒടുക്കം നിങ്ങളാ അയാളുടെ മരണത്തിന് കാരണക്കാരനെന്ന് സത്യം അറിഞ്ഞു വെച്ച് ആ കരുണയും മുത്തശ്ശിയും അവർ നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല. എല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റത്തിനും ഈ കുറ്റത്തിനും എല്ലാം കൂടി ചേർത്ത് നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ളതാ. ഒരുത്തൻ വയ്യാണ്ടായി കിടക്കുന്നു, അവൻ്റെ ചരിത്രങ്ങൾ അത്ര ഓക്കെ അല്ല. ഇനി നിങ്ങൾ ജയിലിലും കൂടി കിടക്കുന്നു പറയുമ്പം നല്ല ഏതെങ്കിലും ആലോചന വരുമോ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനെയാണെങ്കിൽ വാമദേവനെ
കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എന്തെങ്കിലും നല്ലൊരു മാർഗം പറഞ്ഞു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറിയേ പറ്റൂ. അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ. അയാളെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്ക്. അതോടെ പ്രശ്നം തീരും. അയാൾ ആ വീട്ടിൽ ഉണ്ടായതുകൊണ്ടല്ലേ ആരെങ്കിലും ആ വീട്ടിലേക്ക് ചെല്ലുമ്പം ഇത്ര പേടിക്കേണ്ടത്. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലേക്ക് ആര് ചെന്നാലും പേടിക്കേണ്ടതില്ലല്ലോ മനുഷ്യ. അതിന് ആ മുത്തശ്ശിയും കരുണയൊന്നും താല്പര്യപ്പെടുന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാളൊരു വട്ടനാണെന്ന് നാട്ടുകാർ പറയുമെന്നുള്ള പേടിയാണ് അവരെ അലട്ടുന്നത്. അത് പറഞ്ഞാൽ എന്താ, സത്യമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സീമന്തിനിയാണെങ്കിൽ നിൽക്കുന്നുണ്ട്.